അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ അലാ ഹൽഖത്തിൻ യഅനി മിൻ അസ്ഹാബിഹി, സ്വഹാബത്തിരിക്കണ സദസ്സിലേക്ക് റസൂൽ അങ്ങനെ വരികയാണ്. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മാ അജ്ലസക്കും, എന്താ നിങ്ങൾ എല്ലാവരും പാടെ അവിടെ ഇരിക്കണത്? അപ്പോൾ പറയുകയാണ്, ജലസ്ന, ഞങ്ങളിവിടെ ഇരിക്കുന്നത്, നദ്ഉല്ലാഹ വനഹ്മദു, ഞങ്ങൾ അല്ലാഹുവിന് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഹംദ് ചെയ്തിരിക്കുകയാണ്, അലാമാ ഹദാനാ ലിദീനിഹി, പരിശുദ്ധ ദീനിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിനും, വമന്ന അലൈനാ ബിക, നബിയെ അങ്ങേ കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് ഗുണം ചെയ്തതും ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഇതിനെന്നെയാണോ നിങ്ങൾ ഇവിടെ ഇരുന്നത്? അതേ നബിയെ, ഞങ്ങൾ ഇതിനു തന്നെയാണ് ഇരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതാനി ജിബ്രീലു അലൈഹിസ്സലാം ഫഅഖ്ബറനി അന്നല്ലാഹു അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക, എന്നാൽ മലക്കുകൾ നിങ്ങളെക്കുറിച്ച്, അവിടെ മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ച് അഭിമാനം പറയുന്നുണ്ട്. എന്തേ? റസൂലുള്ളാഹിനെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്, വമന്ന അലൈനാ ബിക, അങ്ങേ കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നിഅമത്ത് ചെയ്തു, ഗുണം ചെയ്തു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ. എത്ര സുതാര്യമാണ് കാര്യങ്ങൾ, വ്യക്തമല്ലേ? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിനെ സ്വഹാബത്ത് പ്രകടിപ്പിച്ച നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പരിഷ്കരിച്ച പുതിയതായ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനിന്റെ ഉസൂൽ ശരീഅത്തിനോട് വിരുദ്ധമാകാത്ത രൂപത്തിൽ നമുക്ക് നടപ്പിലാക്കാം. നിങ്ങൾ പറഞ്ഞ ഉസൂലിനെ നമ്മൾ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ മദ്രസ ഉണ്ടാക്കാൻ എന്തൊക്കെ ഉസൂലാണ് അവിടെ പറഞ്ഞത്, അതന്നെ നമുക്കും പറയാനുള്ളൂ. സ്വഹാബത്ത് സ്നേഹം പ്രകടിപ്പിച്ചു, താബീങ്ങൾ പ്രകടിപ്പിച്ചു. മഹാനായ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹുവിന്റെ ചരിത്രല്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം അള്ളാഹുവിന്റെ ഹബീബിന് സേവനം ചെയ്ത മഹാനാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിനോട് സാബിത്തുൽ ബന്നാനി ഒന്ന് ചോദിക്കുന്നുണ്ട്. ചോദിച്ചു ഒരു ദിനം സാബിത്തുൽ ബന്നാനി അനസോടു ഖാദിമു സാഹിബിൽ ബുർഹാനി, നിങ്ങളുടെ കൈ നബിക്കുള്ള തൃക്കൈയോട് സ്പർശിച്ചതായി അറിവുണ്ടോ പറയെന്നോട്? ഉണ്ടെന്നുടൻ അതിനുത്തരം പറയുന്നതായി, എന്നാൽ എനിക്കതു നീട്ടുമുത്താൻ മോഹമായി. മാഷാ അല്ലാഹ്, ഹബീബിനോടുള്ള മഹബത്തിനെ അവർ പ്രകടിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ സ്പർശിച്ചു എന്ന് പറഞ്ഞ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചു മുസാഫഹത്ത് ചെയ്യാൻ മുത്തുനബിയോടുള്ള മഹബത്താണ്. അപ്പൊ മഹബത്ത് പ്രകടിപ്പിക്കണതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അതിൻ്റെ നിങ്ങളാ പറഞ്ഞ വാക്കുകൾ തന്നെ, നമുക്ക് പുതിയതായിട്ട് അതിലൊന്നും പറയല്ല. അതുകൊണ്ട് അടുത്ത റബീഉൽ അവ്വൽ നിങ്ങൾ വരി, നമുക്ക് ഒരുമിച്ച് നബിദിനം ആഘോഷിക്കാം.